അവൽ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ചെറിയ പലഹാരമാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. അവലോസ് ഉണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിയുണ്ട എങ്ങനെ ചെയ്യുന്ന അതിലും കുറച്ചും കൂടി ഈസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ ഒരു സ്നാക്സ് പെട്ടെന്ന് തയ്യാറാക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/4 കിലോ അവലുണ്ട്, 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കിലോ ശർക്കര, 1 സ്പൂൺ ജീരകം, ഒരു 10 ഏലക്കായ. അപ്പം നമുക്ക് അവലൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്ന് ചൂടാക്കി കൊണ്ടുവന്ന് പെട്ടെന്ന് തയ്യാറാക്കാം. അവലിപ്പോൾ അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കയും ജീരകവും ആദ്യം ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഒരു ചെറിയ പാത്രത്തിൽ പൊടിച്ചത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഏലക്കയും ജീരകവും പൊടിച്ച് ചേർത്ത് അതിലേക്ക് തന്നെ നമുക്ക് ശർക്കരയും നാളികേരം കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ പൊടിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അതുമാതിരി ഉരുട്ടിയെടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ അവൽ എല്ലാം ചേർത്ത് പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കണം. പെട്ടെന്ന് ഉരുട്ടാനും ഒരു പ്രയാസമില്ല. ഇത് കണ്ടോ, ഇതുപോലെ പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ഉരുളയുടെ വലിപ്പം നമ്മുടെ താല്പര്യം സൗകര്യം അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതിൻ്റെ ഭംഗിയും ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ആക്കി വെക്കുമ്പം നല്ല അവലോസുണ്ട പോലെ നല്ല ഉരുള ആവണമെന്നില്ല. കുറച്ച് സ്പീഡായിട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഭംഗി അത്രയ്ക്ക് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കഴിക്കണതിന് ഉരുളയുടെ ഒരുപാട് ഭംഗി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയുമാണ്, ഒന്നുമില്ല. അവൽ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ചൂടാക്കുക. അവൽ പൊടിക്കണ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഏലക്കയും ജീരകവും കൂടി ചേർത്ത് പൊടിച്ചിടുക. അതിനുശേഷം നാളികേരവും ശർക്കരയും അവലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ച് പൊടിക്കുക. മിക്സിയിൽ തന്നെ ഈസി ആയിട്ട് പൊടിക്കാം. കുറേശ്ശെ പൊടിക്കണമെന്നേ ഉള്ളൂ. പൊടിക്കണം. ഇതേമാതിരി ഉരുട്ടി വയ്ക്കുക. നമുക്കൊരു 3 ദിവസമൊക്കെ സുഖമായിട്ട് ഇത് ഫ്രഷായിട്ട് ഇരുന്നോളും. പിന്നെ അധികം നാളികേരത്തിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. നല്ല നാളികേരമാണെന്ന് വെച്ചാൽ 3-4 ദിവസം, അതായത് ഇത്തിരി കൊപ്ര പോലെയൊക്കെ ആയതാണെങ്കിൽ 3-4 ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വച്ച് കഴിക്കാൻ പറ്റും. നാളികേരം പച്ച ആയതുകൊണ്ടാണ്. അവലോസ് പൊടി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരം വറക്കുന്നുണ്ടല്ലോ. ഇതിലിപ്പോൾ നമ്മൾ പച്ച നാളികേരമാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് അധികം ദിവസം വയ്ക്കണ്ടെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.